മേഡം, ഈ അലർജിയുടെ കാരണങ്ങളും ലക്ഷണങ്ങളും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ശരിക്കും നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ വസ്തുക്കളോടും, അത് പുറത്തുനിന്ന് കിടക്കുന്ന എല്ലാ വസ്തുക്കളോടും റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ചില ആളുകളിൽ ഈ ഒരു റെസ്പോൺസ് വളരെ കൂടിയ അളവിൽ കാണപ്പെടും. അങ്ങനെയുള്ളവരിലാണ് അലർജി ഉള്ളവർ എന്ന് പറയുന്നത്. പലപ്പോഴും തുമ്മല്, ജലദോഷം അങ്ങനത്തെ പോലെ, അല്ലെങ്കിൽ അലർജിക് റൈനൈറ്റിസ് എന്നൊക്കെ പറയുന്ന മൂക്കൊലിപ്പ്, അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. ചില ആളുകളിൽ ഇത് ഭീകരമായിട്ട് വരികയും അത് പല പല റിയാക്ഷൻസ് ഓവറായിട്ട് റിയാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോ ഈ ഒരു വസ്തുക്കളെ, പല ആളുകളിലും പല വസ്തുക്കളാണ് ഈ അലർജി ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ വസ്തുക്കളെ പൊതുവെ അലർജൻസ് എന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് കാണപ്പെടുന്ന അലർജൻസ് എന്ന് പറയുന്നത് പൂമ്പൊടി, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വളർത്തു മൃഗങ്ങളുടെ രോമം, ചില പ്രാണികളുടെ കുത്തേൽക്കുന്നത് മൂലം, അല്ലെന്നുണ്ടെങ്കിൽ ചില ഭക്ഷണ സാധനങ്ങൾ, അവയുടെ അടങ്ങിയിട്ടുള്ള കണ്ടൻസ് അല്ലെങ്കിൽ കെമിക്കൽസ്, ചില മെഡിസിനുകൾ, നമ്മൾ കഴിക്കുന്ന ചില മെഡിസിനുകൾ നമുക്ക് അലർജി ഉണ്ടാക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ചില മത്സ്യങ്ങൾ, ചില കടൽ ഭക്ഷണങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ ചില ഇറച്ചി, അങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചില തരത്തിലുള്ള പ്രോട്ടീനുകൾ, ഇതൊക്കെ നമുക്ക് അലർജി ഉണ്ടാക്കുന്ന തരത്തിലുള്ള വസ്തുക്കളാണ്. അപ്പൊ ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഈ അലർജി. അല്ലെങ്കിൽ നമ്മൾ കച്ചിയൊക്കെ ചിലർക്ക് അലർജി ഉണ്ടാക്കലുണ്ട്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ചിലപ്പോൾ തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന ചെറിയൊരു ചൊറിച്ചിൽ തൊട്ട് അങ്ങേയറ്റം പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് വരെ ഭീഷണിയാകുന്ന തരത്തിലുള്ള അനാഫൈലാക്റ്റിക് റിയാക്ഷൻസ് വരെ ഈ ഒരു അലർജിയുടെ ലക്ഷണങ്ങളിൽ പെടുന്നു. അപ്പൊ ഇതിന്റെ ഏറ്റവും മൈൽഡ് ഓഫ് സിംറ്റംസ് എന്ന് പറയുന്നത്, ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൊറിച്ചില്, ശരീരത്തിന്റെ തൊലിപ്പുറത്ത് കാണുന്ന, അല്ലെന്നുണ്ടെങ്കിൽ കണ്ണില്, മൂക്കില്, ചെവിയില്, തൊണ്ടയിലൊക്കെ ഉണ്ടാകുന്ന ചൊറിച്ചിലാവാം, അതിലുണ്ടെങ്കിൽ മൂക്കൊലിപ്പാവാം, അല്ലെങ്കിൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരിക, ചെവിയിൽ നിന്ന് ഡിസ്ചാർജ് വരിക, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോ ചില ആളുകൾക്ക് മണം തിരിച്ചറിയാൻ വയ്യാത്ത കഴിവായിരിക്കും. ചില ആളുകൾക്ക് മൂക്കൊലിപ്പും അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ മൂക്കടപ്പ്, അങ്ങനെ മാറി മാറി വരാം. ചില സമയത്ത് ഉണ്ടാകുന്ന ചുമ, എന്താണ് കഫമൊന്നും ഇല്ലാത്ത രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ചുമ, ഡ്രൈ കഫ്, വരണ്ട ചുമ ഉണ്ടാകാം. പിന്നെ തുമ്മല്, നിർത്താൻ കഴിയാത്ത രീതിയിൽ ഉണ്ടാകുന്ന തുമ്മല്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട്. പിന്നെ നമ്മുടെ കണ്ണിനൊക്കെ ചിലപ്പം ചൊറിച്ചിൽ കൂടിയിട്ട് ചുവപ്പ് വരാം. ഇതൊക്കെ അലർജിയുടെ ലക്ഷണങ്ങളിൽ പെടുന്നു. പിന്നെ ഇതിന്റെ സിവിയർ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു അലർജി കുറച്ചും കൂടെ ഭീകരമാകുന്ന അവസ്ഥയിൽ ചിലപ്പം ശരീരം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നീർക്കെട്ടുകളൊക്കെ ഉണ്ടാക്കാം, ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാം. അതുമൂലം ചിലപ്പോൾ ആസ്മ, അല്ലെന്നുണ്ടെങ്കിൽ മൂക്കടപ്പ്, ശ്വാസം കിട്ടാതെ വരുന്ന അവസ്ഥ, അതല്ലെന്നുണ്ടെങ്കിൽ വയറ്റിലാണ് അലർജി വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വയറിളക്കം, നിർത്താൻ പറ്റത്തില്ലാത്ത രീതിയിൽ വയറിളക്കം വരാം, വോമിറ്റിങ് വരാം, ഛർദി അല്ലെങ്കിൽ ഓക്കാനം വരാം, പിന്നെ വയറിനകത്ത് അസഹ്യമായിട്ടുള്ള വേദന. ചില അവസ്ഥകളിൽ, ചില കൂടിയ അവസ്ഥകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇത് ചിലപ്പം ഹൃദയസ്തംഭനത്തിലേക്കോ അതല്ലെന്നുണ്ടെങ്കിൽ പേഷ്യന്റ് ബോധക്ഷയത്തിലേക്കോ ഒക്കെ എത്തിച്ചേരുന്ന രീതിയിലുള്ള ഒരു ലക്ഷണങ്ങളാണ് അലർജിയിൽ പലപ്പോഴും കണ്ടുവരുന്നത്. അലർജി വരാനുള്ള ഏറ്റവും പ്രധാന ഘടകം, ഒന്നാമത്തെ കാര്യം ജനറ്റിക്സ് ആണ്. നമ്മളുടെ പേരൻസിനും ഗ്രാൻഡ് പേരൻസിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് ട്രാൻസ്ഫർ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഒരു ഇതെന്ന് പറയുന്നത്, നമ്മളിപ്പോ ജീവിക്കുന്ന ചുറ്റുപാട് നിറയെ പൊടിപടലങ്ങൾ നിറഞ്ഞതും അല്ലെങ്കിൽ മലിനീകരിക്കപ്പെട്ടതുമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ അലർജി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മളുടെ പ്രതിരോധ ശക്തി അത്രമേൽ തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അലർജി വരാം. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതിൽ പല ഭക്ഷണത്തിലും നമുക്ക് വേണ്ട പല പോഷക സാധനങ്ങളും ഇല്ല എന്നുള്ളതും, നമുക്ക് വേണ്ടാത്ത, നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കുറെ വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതും നമ്മളുടെ ഒരു പ്രതിരോധ ശേഷിയെ വളരെ താറുമാറാക്കുന്നു. പിന്നെ നമ്മളുടെ ജീവിത ശൈലി, നമ്മളിപ്പോ യാതൊരുവിധ കായിക അഭ്യാസങ്ങളിലും ഏർപ്പെടുന്നില്ലാത്ത രീതിയിലുള്ള ഒരു ജീവിത ശൈലിയാണ് നമ്മൾ എല്ലാവരും അവലംബിക്കുന്നത്. പിന്നെ നമ്മളുടെ ഉറക്കത്തിന്റെ പാറ്റേണുകളിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ, വളരെ കുറഞ്ഞ അളവിലാണ് പലരും ഉറങ്ങുന്നത്. ഒരുപാട് ലേറ്റ് ആയിട്ട് കിടന്ന, അല്ലെങ്കിൽ ഒരുപാട് ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുന്ന പ്രവണതയൊക്കെയാണ് ഇപ്പോൾ ഉറക്കത്തിലുള്ളത്. അതും നമ്മളുടെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ താളം തെറ്റിക്കുന്നുണ്ട്. ഇതെല്ലാം അലർജിയിലേക്ക് നമ്മളെ നയിക്കുന്നു. അലർജി ഉള്ളവർ അല്ലെങ്കിൽ അലർജി വരാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അലർജി ഉള്ളവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ കണ്ടെത്തേണ്ടത് അവരുടെ അലർജന്റ് എന്താണ്, എന്ത് കഴിക്കുമ്പോഴാണ് അല്ലെങ്കിൽ എന്തിനോട് എക്സ്പോസ്ഡ് ആകുമ്പോഴാണ് അവർക്ക് അലർജി വരുന്നത് എന്നുള്ളത് പ്രധാനമായിട്ടും കണ്ടെത്തുക. പിന്നീടുള്ള അവസരങ്ങളിൽ ആ ഒരു വസ്തുവായിട്ട് നേരിട്ട് ഉള്ള ഇടപഴകൽ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മളുടെ പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കിന് പൊടിപടലങ്ങൾ മൂലമുള്ള അലർജി ആണെന്നുണ്ടെങ്കിൽ മാസ്ക് ഒക്കെ ധരിക്കാം.
നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ്, ബെഡ് കവർ, വസ്ത്രങ്ങളൊക്കെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് കഴുകി ഉണക്കിയെടുക്കാം. ഇതൊക്കെ അലർജി വരുന്ന ആ ഒരു സാധ്യതയെ കുറയ്ക്കും. പിന്നെ അലർജി തീരെ വരാതിരിക്കുക, അല്ലെങ്കിൽ അലർജി എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ നല്ല മാറ്റം കൊണ്ടുവരണം. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ആന്റി ഓക്സിഡൻസ് ഉണ്ടാവണം. അത് നമ്മളുടെ ശരീരത്തിലെ ഒരുപാട് ദോഷമായിട്ടുള്ള, നമ്മുടെ ശരീരം ദോഷമായിട്ട് ബാധിക്കുന്ന പല കെമിക്കൽസിനെയും നശിപ്പിച്ച് കളയുന്നതാണ് ഈ ആന്റി ഓക്സിഡൻസ് ചെയ്യുന്നത്. പിന്നെ ക്വെൻഫെറ്റിൻ എന്നുള്ള രാസപദാർത്ഥം, ഇത് അലർജി മൂലം ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെയൊക്കെ ഒരു പരിധിവരെ തടയും, അല്ലെന്നുണ്ടെങ്കിൽ ഇല്ലാതെയാക്കും. പിന്നെ പ്രോബയോട്ടിക്സ് അടങ്ങിയ ഭക്ഷണം, അത് പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ്. ഇത് പല ഭക്ഷണത്തിൽ കൂടി നമുക്ക് കിട്ടാറുണ്ട്. ഇതും നമ്മുടെ ശരീരത്തിന്റെ ഹെൽത്തിനെ അല്ലെങ്കിൽ ഗട്ട് ഹെൽത്തിനെയൊക്കെ ഒരുപാട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയെയും കൂട്ടുന്നുണ്ട്. പിന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക, നമ്മുടെ ശരീരത്തെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക. ഇതുമൂലം നമ്മുടെ ശരീരത്തെ നമുക്ക് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും ഒരുപാട് അലർജി പോലെയുള്ള ഒരുപാട് കണ്ടീഷനെ മറികടക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് മേൽ പറഞ്ഞ കെമിക്കൽസും അല്ലെങ്കിൽ നല്ല ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് ഏറ്റവും കൂടുതലായിട്ട് പച്ചക്കറികള്, പഴവർഗ്ഗങ്ങളിലൊക്കെയാണ്. അതുപോലെ തന്നെ ചില കടൽ മത്സ്യങ്ങളിൽ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രതിരോധ ശേഷിയെ കൂട്ടുന്നുണ്ട്. പിന്നെ പലതരത്തിലുള്ള ബെറീസ് കഴിക്കുന്നത് വഴി, പിന്നെ നട്ട്സ് കഴിക്കുന്നത് വഴി, പിന്നെ തൈര്, അധികം പുളിയില്ലാത്ത തൈര്, യോഗട്ട്, തേന്, ചുവന്നുള്ളി, ഇഞ്ചി, മഞ്ഞള്, കുരുമുളക്, ഇതൊക്കെ നമ്മുടെ ഒരു പ്രതിരോധ ശേഷിനെ കൂട്ടാനുള്ള സാധനങ്ങൾ, വസ്തുക്കൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ്. ഇതൊക്കെ ധാരാളമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണത്തിൽ കൂടി അലർജി ഒരു പരിധി വരെ തടയാം. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഈ ശാരീരിക അധ്വാനങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെയിലി ഒരു 45 മിനിറ്റ് എല്ലാവരും, കൊച്ചു കുട്ടികൾ തുടങ്ങി പ്രായമായവർ വരെ, ഒരു എന്തെങ്കിലും നമ്മുടെ ശരീരത്തിന് ഒരു അമിതമായിട്ട് വേർപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടുക. അതിപ്പോ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വ്യായാമങ്ങളാകാം, അല്ലെന്നുണ്ടെങ്കിൽ സൈക്ലിംഗ് പോലെയോ ഡാൻസിങ് പോലെയുള്ള പ്രവർത്തികളാകാം, യോഗ, മെഡിറ്റേഷൻസ് പോലെയുള്ള ആക്ടിവിറ്റീസ് എന്തിനു വേണമെങ്കിലും നമുക്ക് ഏർപ്പെടാം. ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നമുക്ക് നമ്മളുടെ ജീവിത ചര്യയിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ. അതുപോലെ തന്നെ ഉറക്കത്തിന്റെ പാറ്റേണിനകത്ത് കൊണ്ടുവരേണ്ട മാറ്റം, ഡെയിലി ഒരു 8 തൊട്ട് 9 മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. ഉറങ്ങുമ്പോൾ തന്നെ നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുന്നതാണ് എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിനും നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു മാർഗം. അതുപോലെ തന്നെ നമുക്ക് ഇതേ ഇമ്പോർട്ടൻസോട് കൂടി ആവശ്യമായിട്ടുള്ള മെഡിസിനും ഇതിനൊരു ഹെൽപ്പ് ചെയ്യുന്നതാണ്. അലർജിയുടെ ചികിത്സാ സാധ്യതകളെ പറ്റിയൊന്ന് പറയുന്നത്. ശരിക്കും ഹോമിയോപ്പതിയിൽ ധാരാളം മരുന്നുകൾ അലർജിക്ക് നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പം ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈ അലർജി എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഉണ്ടാവുന്നത്, അതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് അറിയണം. അതിന് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഒരു കേസ് ടേക്കിങ്, അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ, ഇത് രണ്ടുമാണ് ഉപയോഗപ്പെടുത്തുന്നത്. അതിനുശേഷം ഈ ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും പിന്നെ ഈ ഒരു ഇയാൾക്ക് വന്നിട്ടുള്ള ലക്ഷണങ്ങളും എല്ലാം കൂടി ഒത്തുചേർന്ന് വരുന്ന, അതിന് എല്ലാം കൂടി ഒത്തിണക്കിക്കൊണ്ടുള്ള ഒരു മരുന്നായിരിക്കും നമ്മൾ പേഷ്യന്റിന് നൽകുന്നത്. അപ്പൊ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഡിസിനും അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ജീവിതശൈലി വരുന്ന ഭക്ഷണത്തിലും ഒക്കെ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും അലർജി ഈ ഒരു വ്യക്തിയിൽ നിന്നും തുടച്ചു മാറ്റാൻ കഴിയാവുന്നതാണ് ഹോമിയോപ്പതിയിലൂടെ.